രാഷ്ട്രീയ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചാൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഈ മമ്മൂക്ക ഫാൻസിനെ പോലെ തന്നെ ലാലേട്ടൻ ഫാൻസിനെയും ശക്തമായിട്ടുള്ള രീതിയിൽ യൂട്യൂബിലൊന്നും കാണാറില്ല. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മറ്റുള്ളവർ നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ വളരെ കുറച്ച് വീഡിയോ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ലാലേട്ടൻ ഫാൻസിൻ്റെ ഒരു എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ശക്തമായിട്ടുള്ളൊരു ആക്രമണമൊന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണാറില്ല. അപ്പോൾ അത് കാണാത്തതുകൊണ്ടൊരു വിഷമം മൊത്തത്തിൽ എനിക്ക് മാത്രമല്ല എന്നെ പോലുള്ള പലർക്കും ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് അവരെ ഒന്ന് ഈ പറഞ്ഞ മമ്മൂക്ക ഫാൻസിനോടൊപ്പം ലാലേട്ടൻ ഫാൻസിനെയും കൂടെ നമുക്കൊന്ന് ആക്റ്റീവ് ആക്കാം. ആക്റ്റീവ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷം ലാലേട്ടന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു വിജയമാണ് തുടരും എന്ന ചിത്രം. നമുക്കറിയാം ഒരുപാട് ഇപ്പോൾ ലൂസിഫറിന് ശേഷം അല്ലെങ്കിൽ പുലിമുരുകന് ശേഷം ഒരു ലൂസിഫറിന് ശേഷം ഒരു നേരെന്ന് പറയുന്ന ഒരു സിനിമയും നേരിന് ശേഷം ലാലേട്ടന് തുടരും എന്ന് പറയുന്ന ഒരു വലിയൊരു ഹിറ്റും ഒക്കെ നമുക്ക് ലാലേട്ടന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ ഫാൻസുകാരൊക്കെ വീണ്ടും ഒന്ന് ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ അവരുടെ വിഷമം എന്ന് പറയുന്നത് ഇപ്പം മമ്മൂക്ക അവർ ഇത്രയും ആക്റ്റീവ് ആയപ്പോഴത്തേക്ക് ഇത്ര ശക്തമായിട്ട് അവർ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ലാലേട്ടൻ്റെ തിരിച്ചുവരവിൽ അവരും തിരിച്ചു വന്നതോടുകൂടി മമ്മൂക്ക ഫാൻസുകാരൊക്കെ എവിടെ പോയി എന്നുള്ള രീതിയിലുള്ള വിഷമങ്ങളുണ്ട് ചില ലാലേട്ടൻ ഫാൻസുകാർക്ക്, കടുത്ത ലാലേട്ടൻ ഫാൻസുകാർക്ക്. വിഷമിക്കേണ്ട, മമ്മൂക്ക ഫാൻസുകാരൊക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് അധികം താമസിക്കാതെ അവരെല്ലാം വീണ്ടും നമ്മൾ പറഞ്ഞ കണക്ക് പഴയ രീതിയിലേക്ക് വരും. അപ്പോൾ ഇപ്പം ഈ ലാലേട്ടൻ ഫാൻസിനെയും മമ്മൂക്ക ഫാൻസിനെയൊക്കെ ഒന്ന് പ്രത്യേകിച്ച് ലാലേട്ടൻ ഫാൻസിനെ ഒന്ന് ഉണർത്തണം എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ പറയുമ്പം അവർക്ക് ഈ പറഞ്ഞ കണക്ക് ഈ പ്രത്യേക താളത്തിലൊക്കെ വീഡിയോ പറയുന്നവരും ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചില കമൻസും ഒക്കെ കാണാറുണ്ട് ചില ആൾക്കാരുടെ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, ഇപ്പം മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു വിജയത്തിലേക്കായിരുന്നു തുടരും എന്ന് പറയുന്നൊരു സിനിമ കുതിച്ചുകൊണ്ടിരുന്നത്. അതായത് നമ്മുടെയൊക്കെ കണക്കുകൂട്ടലുകൾക്കപ്പുറം ഒരു ഘട്ടത്തിൽ ഈ പറഞ്ഞ കണക്ക് അതിൻ്റെ ഒരു OTT റൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ സംവിധായകൻ പറയുന്ന ഒരു ഓഡിയോ പോലും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരു ഘട്ടം. അതായത് ലാലേട്ടൻ്റെ സിനിമയ്ക്ക് അതിൻ്റെ നിർമ്മാതാക്കൾ ഉദ്ദേശിച്ച രീതിയിലേക്കുള്ള ഒരു തുകയ്ക്ക് വിറ്റുപോകാൻ സാധിക്കാത്തപ്പം അതിൻ്റെ റിലീസ് നീട്ടിവെക്കുകയും എമ്പുരാന് ശേഷം അത് റിലീസ് ചെയ്താൽ മതി എന്നുള്ള ചില തീരുമാനങ്ങൾ ഒക്കെ ഉണ്ടാവുകയും അതിനുശേഷം മാത്രം അതിൻ്റെ ഒരു OTT റൈറ്റ് വിറ്റാൽ മതി എന്നുള്ള രീതിയിലുള്ള ചില ചർച്ചകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. തരുൺ മൂർത്തിയുടെ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വോയിസും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അത് തൻ്റേതല്ലെന്ന് തരുൺ മൂർത്തി ഒരിടത്ത് നിഷേധിച്ചിട്ടുമില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ അവിടെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇത്രയും വലിയൊരു വിജയം ഞാൻ പറഞ്ഞ കണക്ക് നമ്മുടെയൊക്കെ കണക്കൂട്ടലുകൾക്ക് അപ്പുറത്തേക്ക് തുടരും എന്ന് പറയുന്നൊരു സിനിമ മുന്നോട്ട് പോയപ്പം ഞാനും വിചാരിച്ച സ്വാഭാവികമായിട്ട് ഒരു 100ഉം 150ഉം 200ഉം കോടി ഒക്കെ പിന്നിട്ട് വളരെ വേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സിനിമ പക്ഷേ ഒരു 235 കോടിയിൽ ഏതാണ്ട് അതിൻ്റെ ഒരു വേൾഡ് വൈഡിലെ ഒരു കളക്ഷൻ അതിൻ്റെ ഒരു ഓട്ടം ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു. ഒരു 235 കോടിയാണ് അവരുടെ ഒരു കണക്കിൽ കാണുന്നത്. 235.37 ക്രോഴ്സ് എന്നും പറഞ്ഞിട്ടാണ് ഈ പറയുന്നത് അവരുടെ ഒരു കണക്കായിട്ട് സാക്നിൽക്കിൻ്റെ ഒരു കണക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും ഗംഭീര പെർഫോമൻസ് ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചിട്ട് പോലും വേൾഡ് വൈഡ് കളക്ഷനകത്ത് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമയെ മറികടക്കാൻ തുടരും സിനിമയ്ക്ക് ആയതുമില്ല. ഇപ്പോഴും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടിയിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ്. അതായത് മലയാള സിനിമയുടെ ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന് നമുക്ക് പറയാവുന്നത് മഞ്ഞുമൽ ബോയ്സ് ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് പോലും മഞ്ഞുമൽ ബോയ്സിനെ തൊടാനാകാത്ത ഒരു സാഹചര്യത്തിൽ ഇനിയും കുറേ വർഷങ്ങൾ ഈ മഞ്ഞുമൽ ബോയ്സ് തന്നെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടി അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പണം വാരി പടമായിട്ട് തുടരും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പല ആൾക്കാരും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഇനി അത്തരത്തിലുള്ളൊരു ചർച്ച നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഏതാണ്ട് ഒരു 180 കോടിയൊക്കെ മുതൽ മുടക്കി അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള മുതൽ മുടക്കിലൊക്കെ വന്നിട്ട് ഒരു 300 കോടി പോലും നേടാൻ പറ്റാതെ തിയേറ്ററിൽ നിന്ന് വേൾഡ് വൈഡായിട്ട് നേടാൻ പറ്റാതെ പോയ ഒരു സിനിമയെ നമ്മളൊരു ഇൻഡസ്ട്രി ഹിറ്റ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ന്യായീകരിച്ച് കഷ്ടപ്പെട്ട് നമ്മൾ പറഞ്ഞ കണക്ക് വീണെടുത്ത് കിടന്ന് ഉരുണ്ട് ഉള്ള ചെളിയെല്ലാം ദേഹത്ത് പറ്റിക്കാവുന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിനുള്ള മറുപടിയായിട്ട് പലരും ചോദിക്കാൻ പോകുന്നത് മമ്മൂട്ടിക്ക് ഒരു 100 കോടി സിനിമയുണ്ടോ, അല്ലെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ മമ്മൂട്ടി ഒരു 50 കോടി നേടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മമ്മൂട്ടി ഇനി എന്നാരോ 100 കോടി നേടുന്നത്, മമ്മൂക്കയുടെ സ്റ്റാർ വാല്യൂ ഒക്കെ പോയി. ഇതായിരിക്കും ഇവരുടെ മറുപടിയായിട്ട് സ്വാഭാവികമായിട്ട് ഇത് വരാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് ഇപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ ഒന്നും മൊത്തം കേൾക്കാത്തവർ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ പോലും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവത്തില്ല അല്ലെങ്കിൽ കേൾക്കാൻ സാധ്യതയില്ല. അതിനു മുമ്പ് അവർ കമൻറ്റ് എഴുതി തുടങ്ങും, എന്താണെന്നുള്ള കമൻറ്റ്സ് അവരങ്ങ് പാസ്സാക്കും എന്താണെന്നുള്ളത്. അപ്പം നമ്മൾ പറയുന്ന കണക്ക് ഇനിയിപ്പോൾ കൂടുതൽ തർക്കങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട. മലയാള സിനിമയിലെ ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന് പറയുന്ന മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ് 242 കോടി നേടിയിട്ടുള്ള സിനിമ. ഇനി അതിൻ്റെ റെക്കോർഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കളക്ഷൻ റെക്കോർഡ് മറികടക്കാൻ ചിലപ്പോൾ ഇനി ആർക്കെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു നടന് സാധിച്ചേക്കാം. ഒരു പക്ഷേ ലാലേട്ടന് അടുത്ത ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഒരു സിനിമ കൊണ്ട് ബോക്സ് ഓഫീസിൽ
ഓഫീസിലൊരു വലിയ വിജയം തീർത്തിട്ട് നമ്മൾ പറയുന്ന കണക്ക് തുടരും സിനിമയ്ക്ക് മുകളിലും അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ മുകളിലും ഒക്കെ എത്താൻ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സത്യനന്ദിക്കാടിൻ്റെ ലാലേട്ടൻ സിനിമയ്ക്ക് സാധിക്കട്ടെ. അല്ലെങ്കിൽ ലാലേട്ടൻ്റെ മറ്റേതെങ്കിലും ഒരു സിനിമയ്ക്ക് അത്തരത്തിലുള്ളൊരു സാധിക്കട്ടെ. ഇപ്പോൾ ലാലേട്ടൻ്റെ ഫാൻസുകാർ നമ്മൾ പറയുന്ന കണക്ക് ഏതാണ്ട് കയ്യെത്തും ദൂരത്ത് വരെ എത്തിയിട്ട് തൊട്ടടുത്ത് വരെ എത്തിയിട്ട് ഈ പറഞ്ഞ കണക്ക് പിടുത്തം വിട്ടുപോയ അല്ലെങ്കിൽ പിടിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ആ വിജയം നേടിയെടുക്കാൻ സാധിക്കാത്ത ഇൻഡസ്ട്രിയൽ ഹിറ്റ് ലാലേട്ടനാണെന്ന് പറയാൻ സാധിക്കാത്ത രീതിയിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ആ ഒരു അവസരം അടുത്ത ഒരു സിനിമയിലോ അല്ലെങ്കിൽ അതിനടുത്തൊരു സിനിമയിലൂടെ ലാലേട്ടന് തന്നെ അത്തരത്തിലുള്ള ഒരു ഭാഗ്യം കിട്ടണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. താങ്ക്